ഇവിടെ KSFE ചെയർമാനായി വരദരാജൻ പ്രവർത്തിച്ചു വരുന്നതിനെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തെ വലിയ തോതിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. കാരണം NGO യൂണിയൻ്റെ ഭാരവാഹിയായി, സംസ്ഥാന പ്രസിഡൻ്റായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, ദേശാഭിമാനിയുടെ യൂണിറ്റ് മാനേജർ, നോർക്ക വൈസ് ചെയർപേഴ്സൺ, ഈ നിലകളിലെല്ലാം സ്തുത്യർഹമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. KSFEയുടെ നേതൃത്വത്തിൽ അദ്ദേഹം എത്തിയതിനു ശേഷമാണ് KSFE 1,00,000 കോടി രൂപ ബിസിനസ്സുള്ള ഒരു സ്ഥാപനമായി ഇതിനിടെ മാറിയത്. ഇതെല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. 4 വർഷക്കാലം നോർക്കയുടെ വൈസ് ചെയർപേഴ്സണായി അദ്ദേഹമുണ്ടായിരുന്നു. പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കിയതിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോക കേരള സഭയുമായി സഹകരിച്ച് വിദേശ രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് രൂപീകരിക്കാനും പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാനും മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ജോലി നഷ്ടപ്പെട്ട് മടങ്ങിവരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതിയും ആ ഘട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു. ഇത്തരത്തിൽ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പൊതുപ്രവർത്തകനാണ് സഖാവ് വരദരാജൻ. ജനോന്മുഖമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അവ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതിലെല്ലാം തികഞ്ഞ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന വരദരാജൻ്റെ കൈകളിലേക്ക് ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം എത്തിച്ചേർന്നതിൽ അതിയായ സന്തോഷമുണ്ട്.